മലബാറിൽ ഇത് പൂരോത്സവത്തിന്റെ കാലം. വടക്കേ മലബാറുകാർക്ക് വസന്തോത്സവമാണ് പൂരം. കാർത്തിക മുതൽ പൂരം വരെ 9 നാളുകളിലായാണ് പൂരോത്സവം നടക്കുന്നത്. കാവും കരയും അണിഞ്ഞൊരുങ്ങുന്ന പൂക്കാലം. പരമേശ്വരന്റെ മുക്കണ്ണിലെ എരിതിയിൽ വെന്തുടങ്ങിയ കാമദേവന്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന ഉത്സവമാണിത്. വസന്തവും കാമനും സന്തത സഹചാരികൾ എന്ന വിശ്വാസം. പൂക്കളാണ് കാമന്റെ വില്ലും ബാണങ്ങളും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മാത്രം നടന്നുവരുന്ന ആഘോഷമാണ് പൂരമെങ്കിലും ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള ചടങ്ങുകളും കണ്ടുവരുന്നുണ്ട്. ഋതുമതികളാകാത്ത പെൺകുട്ടികൾക്കായാണ് ഓരോ വീട്ടിലും ഈ ആചാരം നടത്തി വരുന്നത്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ 9 ദിവസം പൂജാമുറിയിൽ പൂവിട്ട് 9ാം നാൾ പൂക്കൾ കൊണ്ട് കാമദേവനെ ഉണ്ടാക്കി പൂജിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ നടക്കാറുള്ളത്. പൂരാഘോഷങ്ങൾക്കായി പലതരം പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ചെമ്പകപ്പൂ, അതിരാണിപ്പൂ, എരിക്കിൻപൂ, കട്ടപ്പൂ, ഇലഞ്ഞിപ്പൂ, ആലോത്തിൻ പൂ എന്നിങ്ങനെ പലതരം പൂക്കൾ. പല നാടുകളിൽ പല പൂക്കൾ. ഒൻപത് ദിവസം വീടിനുള്ളിലും കിണറിന്റെ കരയിലും കാമദേവനെ സങ്കല്പിച്ച് പൂവിട്ട് പൂജിക്കുന്നു. ഒൻപതാം ദിവസം കാട്ടുപൂക്കളായ നരയൻ പൂവ്, ചെമ്പകപ്പൂവ്, ഇരിക്കിൻ പൂവ്, മുരിക്കിൻ പൂവ് എന്നീ പൂക്കൾ ഉപയോഗിച്ച് കാമദേവനെ ഉണ്ടാക്കി പൂജിച്ച് പൂരക്കഞ്ഞിയും പൂരടയും നേദിക്കുന്നു. മേപ്പെട്ടെ കാലത്ത് നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് പ്രാർത്ഥിക്കുന്നു. മേപ്പെട്ട കാലത്തെ നേരത്തെ കാലത്തെ വരണേ കാമ. മേപ്പെട്ട കാലത്തെ നേരത്തെ കാലത്തെ വരണേ കാമ. പിന്നീട് കാമദേവനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പൂക്കൾ മരത്തിന്റെ ചുവട്ടിൽ നിക്ഷേപിച്ച ശേഷം കാമദേവന്റെ തിരുപ്പിറവിക്കായി പ്രാർത്ഥിക്കുന്നു. പൂരക്കഞ്ഞി കൊണ്ട് കാമനെ വരവേറ്റും പൂരട കൊണ്ട് കാമനെ യാത്രയയച്ചും ഇന്നും പൂരോത്സവം പതിവ് തെറ്റാതെ നടക്കുന്നു. ഈ കാലഘട്ടത്തിലും പലപ്പോഴും സമൂഹത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തുമ്പോഴും പെൺകുഞ്ഞ് ജനിക്കുന്നത് അശുഭമായി കാണുകയും ചെയ്യുന്ന ഇടങ്ങളും ഉണ്ടെന്നിരിക്കെ സ്വന്തം വീട്ടിൽ ഒരു പൂരക്കുഞ്ഞി ഉണ്ടാകാനായി ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നു എന്നതും പെൺകുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിന്റെയും പ്രാധാന്യം സമൂഹത്തിന് മുന്നിൽ വിളിച്ചോതുന്ന ആഘോഷങ്ങൾ സന്തോഷം തരുന്നവയുമാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഇത്തരം ആഘോഷങ്ങളും ആചാരങ്ങളും തീർച്ചയായും കാത്തുസൂക്ഷിക്കേണ്ടത് തന്നെയാണ്.